നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ കാലാവസ്ഥാ വ്യതിയാനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലിനും കനത്ത മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചു. മക്ക, മദീന, വടക്കൻ അതിർത്തി മേഖല, തബൂക്ക്, അൽ ജൗഫ്, അൽ ഹൈൽ എന്നിവിടങ്ങളിൽ മിതമായതോ ശക്തമായതോ ആയ മഴയും കാറ്റും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇത് വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കുമെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അധികൃതരെ ഉദ്ധരിച്ച് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. അൽ ഖസീം, ഹഫർ അൽ ബാത്തിൻ, കിഴക്കൻ മേഖല, ബുൻഫുദ, അൽ അർദിയാത്ത്, അസീർ, ജീസാൻ, അൽ ബഹ എന്നീ പ്രദേശങ്ങളിലെ പല ഭാഗങ്ങളിലും ശക്തമായ കാറ്റിനൊപ്പം ഇടിമിന്നലും മഴയും ഉണ്ടാകുമെന്ന പ്രവചനവും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. ഇത്തരമൊരു അന്തരീക്ഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ഡയറക്ടറേറ്റ് ആഹ്വാനം ചെയ്തു. വിവിധ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെയും സിവിൽ ഡിഫൻസ് പ്രഖ്യാപിച്ച് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാനും വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിട്ടുനിൽക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റിയാദ് മേഖലയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളായ അഫീഫ്, അൽ ദവാദ്മി, അൽ മജ്മ, അൽ സുൽഫി തുടങ്ങിയ പ്രദേശങ്ങളിലും കാറ്റിനൊപ്പം മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. താഴ്വരകളിലും തോടുകൾക്കരികിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ വരും ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത കൈക്കൊള്ളണമെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പാലിക്കണമെന്നും കൂടുതൽ ശ്രദ്ധ പുലർത്താനും സിവിൽ ഡിഫൻസ് അതോറിറ്റിയും അഭ്യർത്ഥിച്ചു. വെള്ളം കയറുകയാണെങ്കിലും പരമാവധി ആളുകൾ പുറത്തിറങ്ങാതെ സുരക്ഷിതരായ വീടുകളിൽ ഇരിക്കാനും അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിനിടെ കഴിഞ്ഞ വ്യാഴാഴ്ച ജിദ്ദയിലുണ്ടായ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും നാശനഷ്ടമുണ്ടായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് സൗദി അറേബ്യയിലെ സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അപേക്ഷയും ബന്ധപ്പെട്ട രേഖകളും സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് ലിങ്ക് വഴി അപ്ലോഡ് ചെയ്യുക. ഇക്കാര്യം ഡയറക്ടറേറ്റ് ആണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായി ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനം നേരിട്ട് സന്ദർശിക്കേണ്ട ആവശ്യമില്ലെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. 2009 നവംബറിലെ വിനാശകരമായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് വികസിപ്പിച്ച അതേ രീതിയിൽ ജിദ്ദയിൽ വ്യാഴാഴ്ചത്തെ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് ജിദ്ദ അധികൃതർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ജിദ്ദയിൽ പെയ്തൊഴിഞ്ഞത് 13 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ മഴയെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.